രൂക്ഷമായി തന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കുക്കിയെ കണ്ട് മാർക്കോസ് മനസ്സിൽ മന്ത്രിച്ചു. അയ്യോ, ഈ കുട്ടിപ്പിശാചിന്റെ നോട്ടം കണ്ടില്ലേ? കർത്താവേ, അപ്പന്റെയും മോന്റെയും മീൽസാകാനാണോ നീ എന്നെ ഇവിടെ എത്തിച്ചത്? മനസ്സേ, ആ ചെറുക്കൻ എന്തോ ചുണ്ടനിക്കിയ പോലെ തോന്നുന്നല്ലോ. തോന്നലാവും. അല്പസമയത്തിന് ശേഷം ഗാർഡനിൽ നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ആ കുട്ടി പിശേഷി കാണുന്ന പോലെയൊന്നുമല്ല, ആറ്റം വിത്താണ്. ഒരു ചെറിയ പാളിച്ച വന്നാ മതി, കുക്കിമോൻ അതെല്ലാം കൈയോടെ പൊളിച്ച് കൈ തരും. അത് നീ പറഞ്ഞത് ശരിയാണ് മച്ചാ. അതവന്റെ നോട്ടം കണ്ടാൽ തന്നെ അറിയാം. അവന്റെ വാലൊടിക്കാനുള്ള മരുന്നൊക്കെ എന്റെ കയ്യിലുണ്ട്. അതെന്താ? പറഞ്ഞു തരാം. നീ എന്നോട് കുറച്ചുകൂടെ അടുത്തിടപഴകണം. ആ കുട്ടി പിശാചിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ തൊട്ടും തലോടിയൊക്കെ നിൽക്കണ കാണുമ്പോ അവൻ സ്വയം കരുതിക്കോളും നമ്മൾ ലവേഴ്സ് ആണെന്ന്. അതോടെ നമ്മൾ വന്ന കാര്യവും നടക്കും, കാശും കൊണ്ട് വീട്ടിലും പോകാം. എങ്ങനെയുണ്ട്? നീ ഇപ്പൊ പറഞ്ഞ ഐഡിയ കൊള്ളാം. ആ കുഞ്ഞിത് വിശ്വസിച്ചാ പിന്നെ നമുക്ക് പകുതി പണി കഴിയും. ബാക്കി അവരെ ഒന്നിപ്പിക്കാൻ പിന്നെ നമ്മളായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവര് തനിയെ ഒന്നിച്ചോളും. എന്ന് പറഞ്ഞ് അവർ പരസ്പരം ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് കുക്കിമോൻ ജിയെ അന്വേഷിച്ച് മുകളിൽ നിന്ന് താഴത്തെ ഹാളിലേക്ക് വരുന്നത്. ജനൽപാളികൾക്കിടയിലൂടെ മാർക്കോസ് കാണാനിടയായി. വരുന്നുണ്ടാ കരടി കുഞ്ഞ്, നീ ഇങ്ങ് വന്നേ. ഓ ഡിയർ, നിന്നെ ഒരുപാട് മിസ് ചെയ്തു. ഞാനാണടാ പെണ്ണ്, ഞാനാ നിന്റെ മടിയിലിരിക്കേണ്ടത്. എനിക്കാപ്പില്ലേ? ഓ അത് ശരിയാണല്ലോ. എങ്കി വാ, നമുക്കിവിടെ എണീറ്റ് നിൽക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നിന്നെ എടുക്കാം. അപ്പൊ ഇച്ചിരി കൂടി റൊമാൻറ്റിക് ആവും. ഓ കർത്താവേ, മുടിഞ്ഞ വെയിറ്റ് ആണല്ലോടാ പന്നി നിനക്ക്. സഹിച്ചോ? എന്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ നിന്നെ പട്ടി. കുക്കിയെ കാണിക്കാൻ വേണ്ടിയായിരുന്നു ഇരുവരുടെയും പരാക്രമമെങ്കിലും ഓഫീസിലെ ഫയൽ വീട്ടിൽ മറന്നു വെച്ചതുകൊണ്ട് തിരിച്ചെടുക്കാനെത്തിയ തെവീനും ഒപ്പമുണ്ടായിരുന്ന ഡേവിഡും ഇത് കണ്ടു. അതൊരലർച്ച തന്നെയായിരുന്നു. ഹാളിൽ നിന്നിരുന്ന കുക്കി ഉൾപ്പെടെ കിച്ചണിൽ നിന്നിരുന്ന ജാനറ്റ് വരെ ഞെട്ടി. ഡേവിഡ് പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ തെവിൻ കാറ്റുപോലെ ഐഷുവിന്റെയും മാക്രിയുടെയും അരികിലെത്തി. തെവിന്റെ വരവ് കണ്ട് ഭയന്ന് മാക്രി ഐഷുവിനെ താഴെ നിർത്തി. എന്താ ആവാസമാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? അത് സാർ കുക്കിമോനെ കാണിക്കാൻ. അത് സാർ ആക്ടിങ് ഫോർ കുക്കിമോൻ. ഹാളിൽ തന്നെ നിന്നിരുന്ന കുക്കിമോന് ഇവരെന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ മെല്ലെ അവൻ നടന്ന് ഗാർഡനരികിലെത്തി. പെട്ടെന്ന് തന്നെ അവനെ മറികടക്കും വിധം ഡേവിഡ് തെവിന്റെ അരികിലെത്തിയിരുന്നു. തെവി, നീ ഇങ്ങ് വന്നേ. നിനക്കെന്താടാ ഭ്രാന്തായോ? നീ എന്തിനാ അവരോട് ഷൗട്ട് ചെയ്തത്? അപ്പോഴാണ് താൻ ചെയ്ത കാര്യത്തിന്റെ ഗൗരവത്തെ പറ്റി തെവിയും ചിന്തിച്ചത്. ഞാൻ പെട്ടെന്ന് ജിയുടെ രൂപത്തിൽ കണ്ടപ്പോ എന്റെ കൺട്രോൾ ആകെ പോയി. ജിയെ ആരോ എടുത്തുയർത്തി നിൽക്കുന്നതായിട്ടാ എനിക്ക് തോന്നിയത്. അതാ ഞാൻ പെട്ടെന്ന് ഷൗട്ട് ചെയ്തത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇങ്ങനെ പോയ കുക്കിയുടെ മനസ്സിൽ നിന്ന് മാത്രമല്ല, ഈ വീട്ടിൽ നിന്ന് തന്നെ ആ ചെറുക്കനെ പറഞ്ഞുവിടാൻ ഇച്ചിരി പാടുപെടും. ശേഷം മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഡേവിഡ്, എന്റെ പൊന്നു കർത്താവേ, ഇങ്ങനെ പോയാ കുക്കിയുടെ മനസ്സിൽ നിന്ന് അല്ല, ആദ്യം ഇവന്റെ മനസ്സിൽ നിന്ന് വേണം ആ ജിയെ അകറ്റാൻ. സോറി. ഇതേ സമയം നമ്മുടെ കുക്കിയുടെ മനസ്സിൽ എന്താ ഓടുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോഴാണ് ജാനറ്റ് അവിടേക്ക് വരുന്നത്.
ഇതേ സമയം തന്നെ ഐഷുവും മാക്രിയും ലിവിംഗ് ഹാളിൽ എത്തിയിരുന്നു. എന്താ എന്താ സംഭവിച്ചത്? തെവിൻ എന്തിനാ ഷൗട്ട് ചെയ്തത്? അതാണ് എന്റെ പൊന്നമ്മച്ചി ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഞങ്ങൾ എന്തോ വലിയ അനാശാസ്യം കാണിച്ച പോലെ ആയിരുന്നു ആ സാറിന്റെ പെരുമാറ്റം. ഏയ്, കുഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ ബീബി, ഇങ്ങനെയൊന്നും പറയാതെ. അതും പറഞ്ഞുകൊണ്ട് ഐഷു അറിഞ്ഞൊന്ന് മാക്രിയുടെ വയറിനിട്ട് കുത്തി. ബേബി നോ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ, നമുക്കൊന്ന് മുറി വരെ പോയിട്ട് വരാം. ഐഷുവിനെയും പിടിച്ചു വലിച്ച് മാക്രി അവിടെ നിന്നും മുറി ലക്ഷ്യമാക്കി നടന്നു. ഫ്രണ്ട്സ്, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ വന്നതാണ്, എല്ലാവരും ഒന്ന് കേൾക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഇത്രയായിരുന്നു കറക്റ്റായിട്ട് 6ാമത്തെ എപ്പിസോഡിന് ഡബ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ എന്നെക്കൊണ്ടത് എഡിറ്റ് ചെയ്യാൻ പറ്റാതിരുന്നതുകൊണ്ടാണ് ഈ 2 പാർട്ടായിട്ട്, അതായത് 7ാമത്തെ എപ്പിസോഡ് ആയിട്ട് വരെ ഞാനിപ്പോൾ ഇടേണ്ട അവസ്ഥ വന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതിന് ഒരുപാട് പേര് പോസിറ്റീവായിട്ട് റിപ്ലൈ തന്നു. എല്ലാവർക്കും താങ്ക്സ്. പക്ഷേ എനിക്കറിയാം, എഡിറ്റ് ചെയ്ത് കാണുന്നതിൻ്റെ സുഖം നമ്മൾ ഇമാജിൻ ചെയ്ത് കാണുന്നത് വരത്തില്ല. പക്ഷേ എൻ്റെ സിറ്റുവേഷൻസ് അങ്ങനെ ആയിപ്പോയി. ഫോൺ എനിക്ക് അരമണിക്കൂറേ കൈ കിട്ടുന്നുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ രാത്രിയൊക്കെ ഡബ് ചെയ്യാൻ മമ്മിക്ക് ഉറക്കമില്ല. ഞാൻ എന്ത് ചെയ്യാനാ? എണീറ്റ് കുത്തിയിരിക്കാൻ ഒരുപാട് നേരം പറ്റത്തില്ല, അപ്പോഴേക്കും എന്നെ ഓടിക്കും. ഇപ്പം തന്നെ മമ്മിയുടെ വിചാരം എനിക്കെന്തോ ലൈനുണ്ടെന്നാണ്. പലവട്ടം അതിൻ്റെയൊക്കെ ഹിൻസൊക്കെ തന്നുകൊണ്ട് എന്നോട് ചോദിക്കുന്ന മട്ടിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാനായിട്ട് അത് തിരുത്താൻ പോയിട്ടില്ല. തിരുത്താൻ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും? ഇങ്ങനെ വീഡിയോ ഇടുന്ന കാര്യം പറയാൻ പറ്റുമോ? ശരിക്കും എന്നെ ട്രോളിക്കൊല്ലുന്നത് എൻ്റെ പപ്പയായിരിക്കും. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത് കൊണ്ട് ഞാൻ മിണ്ടിയിട്ടേയില്ല. മമ്മി ഫോൺ മേടിക്കുമ്പോൾ മിണ്ടാതെ ഫോൺ കയ്യിലോട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഇനിയുള്ള സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും എനിക്കറിയാം. പക്ഷേ ഒന്ന് പ്ലീസ് എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഈ സ്റ്റോറി പകുതിക്കിട്ട് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയെങ്കിലും സ്റ്റോറി ഇടാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഫുൾ ആ സ്റ്റോറി നിങ്ങൾക്കുള്ളിലേക്ക് എത്തിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് എഡിറ്റ് ചെയ്യാനും ഡബ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ചാനൽ തന്നെ തുടങ്ങിയത്. അഥവാ തന്നെ ഈ ചാനൽ ഞാൻ നിർത്തിപ്പോയാലും ഈ കൂടെ എന്ന സ്റ്റോറി കംപ്ലീറ്റ് ആക്കിയിട്ടേ പോകുള്ളൂ. പിന്നെ അത്രയേ ഉള്ളൂ. ഇമാജിൻ ചെയ്തുള്ള ഒരു സ്റ്റോറി ഞാനൊരു 1 ഷോട്ട് ആദ്യമേ ഇടാം. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും കമൻറ്റ് ചെയ്യണം. ഞാൻ വെയിറ്റ് ചെയ്യും നിങ്ങളുടെ കമൻസിന് വേണ്ടിയിട്ട്. അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.